ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്ന അതായത് റിപ്പീറ്റ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാറില്ല, അധികം അങ്ങനെ കാണാറില്ല. കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ്. അപ്പോൾ അതിൻ്റെ റൂൾസ് നമുക്കൊന്ന് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ ആണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് നമുക്ക് നോക്കാം. കണ്ടീഷണൽ സെൻറ്റൻസ് ആർ യൂസ്ഡ് ടു ഷോ ഹൗ വൺ ആക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ അതർ. ഈ കണ്ടീഷണൽ ക്ലോസിൽ 2 വാക്യങ്ങളായിരിക്കും അടങ്ങിയിരിക്കുന്നത്. കണ്ടീഷണൽ ക്ലോസിൽ 2 വാക്യങ്ങൾ അടങ്ങിയിരിക്കും. ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും. അപ്പോൾ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ട് അർത്ഥം മീനിങ് ലഭിക്കുന്ന ഒരു വാക്യമായിരിക്കും പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുള്ളായിട്ടുള്ളൊരു മീനിങ് കിട്ടത്തില്ല. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് 2 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കണ്ടീഷണൽ ക്ലോസിൽ വരുന്നത്. അതിൽ ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഉണ്ട്, പിന്നെ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. പ്രിൻസിപ്പൽ ക്ലോസിൽ പൂർണ്ണമായിട്ട് അർത്ഥം ലഭിക്കുന്നതായിരിക്കും പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അർത്ഥം ലഭിക്കാത്തവയാണ്. അപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. അതേപോലെ തന്നെ അതിൽ ഓരോന്നിലും എങ്ങനെയാണ് ആൻസർ വരുന്നതെന്നും കൂടെ നോക്കാം കേട്ടോ. ടൈപ്പ് 1 എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്നത് വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് വെർബ് വരുന്ന സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എക്സാമ്പിൾ നോക്കിയേ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ, ഒരു കോമയും കൊണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെൻറ്റൻസിനെ. അപ്പോൾ ഇതിനകത്ത് ഏതാ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഏതാ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മീനിങ് മനസ്സിലാവുന്നുണ്ടോ? ഫുള്ളായിട്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫുള്ളായിട്ട് മനസ്സിലാവാത്ത ഒരു ഭാഗമുണ്ട്, അതാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. യു വിൽ പാസ് ദ എക്സാം, നീ എക്സാമിന് ജയിക്കും, എക്സാം പാസ്സാകും. അങ്ങനെ ഒന്ന് ചുമ്മാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിന് മീനിങ് ഉണ്ട് അല്ലേ? നീ എക്സാം പാസ്സാകും എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വരികയാണെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളതാണ് ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വരികയാണെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ, സ്റ്റഡി എന്ന് മാത്രമല്ലേ വന്നേക്കുന്നത്, സിമ്പിൾ പ്രസൻ്റ് ആണ് വന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട്, കോമ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പാർട്ട് മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിൽ വരുന്നത് വില്ല് അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് വെർബ് വരുന്ന സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. അപ്പോൾ പാറ്റേൺ എന്ന് പറയുന്നത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത്രയും ഇത് പാടാണെങ്കിൽ നമ്മൾ ഇത് ആദ്യം ഓർത്ത് വെച്ചാൽ മതി. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റാണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് വെർബ് വരുന്ന സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് 1 നമുക്ക് നോക്കാം. ടൈപ്പ് 2 എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വെർബ് ആയിരിക്കണം. എക്സാമ്പിൾ നോക്കിയേ. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ, സ്റ്റഡീഡ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് വന്നേക്കുന്നത്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, സ്റ്റഡീഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ, കോമ കഴിഞ്ഞിട്ടുള്ള മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് വെർബ് ആയിരിക്കണം. യു വുഡ് പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാം. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നതെന്ന് പറയുന്നത് ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ അത് ഓർത്ത് വെച്ചില്ലെങ്കിലും സാരമില്ല. ഈ ഒരു പാറ്റേൺ ഓർത്ത് വെച്ചില്ലെങ്കിലും സാരമില്ല. സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് അല്ലെങ്കിൽ പ്ലസ് വെർബ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത്ര ഓർത്ത് വെച്ചാൽ മതി.
ഇത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാർക്ക് എന്തായാലും സുഖമായിട്ട് കിട്ടുന്നത്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പാടാൻ തോന്നുന്നത് കൊണ്ട് മാത്രം വിട്ട് കളയുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നായത് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാനൊരു PDF പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണിത് കേട്ടോ. അപ്പോൾ ആ ഒരു PDF കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് അങ്ങ് ഫുൾ ഗ്രാമറിൻ്റെ കംപ്ലീറ്റ് ഒരു PDF എന്നല്ല പറയുന്നത്. പെട്ടെന്ന് നമുക്ക് കുറച്ച് ഞാൻ ചില വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിന് നമുക്ക് ടിപ്സിൽ കൂടെ എന്താ പറയുന്നത് ആൻസർ കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു PDF ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ടിപ്പും എനിക്കറിയാവുന്ന അല്ലെങ്കിൽ കുറേ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ടിപ്പുകളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു PDF പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായത്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഈ ഒരു പോർഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ ഒരു മെയിൻ ആ ഒരു PDFൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതായത് നമുക്ക് ഗ്രാമർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഫുൾ ഗ്രാമർ അറിയാവുന്ന അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കോ അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് അങ്ങനെ കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, ഇംഗ്ലീഷിൽ ഒരു മാർക്കും കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു പോർഷനാണിത്. നമുക്ക് ടൈപ്പ് 2 നോക്കാം. ടൈപ്പ് 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാണ്. ടൈപ്പ് 3 നോക്കാം. സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്നത് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വെർബ് ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കിക്കേ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഹാഡ് സ്റ്റഡീഡ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോമാണ് ഹാഡ് പ്ലസ് എന്താ V2 എന്ന് പറയുന്നത്. ഹാഡ് സ്റ്റഡീഡ് വെൽ. ഹാഡ് സ്റ്റഡീഡ് വെൽ വന്നിട്ടുണ്ട് സബോർഡിനേറ്റ് ക്ലോസിൽ. അപ്പം മെയിൻ ക്ലോസിൽ എന്താ വരണ്ടേ? യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. വുഡ്, ഷുഡ്, കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് ഉണ്ടായിരിക്കണം. ഹാവ് പ്ലസ് വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ. സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വെർബ് ഉപയോഗിക്കണം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് ഉണ്ടായിരിക്കണം പ്ലസ് വെർബ് ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കണം. ഇനിയുള്ളതെന്ന് പറയുന്നത് ടൈപ്പ് 0 ആണ്. അപ്പോൾ ടൈപ്പ് 0 എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ ട്രൂത്തിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതല്ല സയൻറ്റിഫിക് ഫാക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അത് അങ്ങനെയാണ് എന്ന് വരുത്തുന്ന ചില സെൻറ്റൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് 0 എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് വിൽ ബി ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സയൻറ്റിഫിക് ഫാക്റ്റ് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് ആയതുകൊണ്ട് തന്നെ രണ്ട് ക്ലോസുകളും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും. എക്സാമ്പിൾ നോക്കിയേ. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ഐസ് ഹീറ്റാക്കിയാൽ എന്ത് ചെയ്യും? അത് ഉരുകിപ്പോകും. അതൊരു ജനറൽ ട്രൂത്ത് ആണ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും രണ്ട് ക്ലോസുകളും. സബോർഡിനേറ്റ് ക്ലോസും അല്ലെങ്കിൽ മെയിൻ ക്ലോസും വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഈഫ് ക്ലോസിൽ നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ചിലപ്പോൾ പാടാന്ന് പറഞ്ഞ് നമ്മൾ 1 മാർക്കല്ലേ കളയുന്നത് അല്ലേ? അര മാർക്ക് വെച്ചിട്ട് ചിലത് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് 1 മാർക്ക് പോകും. ചിലപ്പോൾ നമ്മൾ സെൻറ്റൻസ് കറക്ഷൻസിനകത്ത് തന്നെ ഇത് വരാറുണ്ട്. ഈഫ് ക്ലോസ് എന്നും പറഞ്ഞുകൊണ്ട് കണ്ടീഷൻ ക്ലോസ് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ സെൻറ്റൻസ് കറക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതെല്ലാം വന്ന് കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 മാർക്കോ ഒക്കെ അര വെച്ചിട്ട് 2 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിൽ 1 മാർക്കൊക്കെ പോവാം. 1 മാർക്കിൻ്റെ വ്യത്യാസം എന്ന് പറയാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? അര മാർക്കിൻ്റെ കുറവിലൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഔട്ടാവുകയൊക്കെ ചെയ്യത്തില്ലേ? അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കണ്ടീഷണൽ ക്ലോസിൽ 2 വാക്യങ്ങളായിരിക്കും അടങ്ങിയിരിക്കുന്നത്. ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഒരു പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മീനിങ് ലഭിക്കുന്നതാണ് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മീനിങ് ലഭിക്കാത്തവയാണ്. കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 നമുക്ക് നോക്കാം.
ടൈപ്പ് 1 എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്നത് വിൽ ഷാൽ ക്യാൻ മേ പ്ലസ് വെർബ് വരുന്ന സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. സ്റ്റഡി എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്, അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ വരുന്നത് വിൽ ഷാൽ ക്യാൻ മേ പ്ലസ് വെർബ് ആയിരിക്കും. യു വിൽ പാസ് ദ എക്സാം ആയിരിക്കും. പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ നോക്കിയില്ലെങ്കിലും നമ്മൾ ഈ ഒരു ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ പ്രസന്റ് ആണ് സബോർഡിനേറ്റ് ക്ലോസിൽ വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്നത് വിൽ ഷാൽ ക്യാൻ മേ പ്ലസ് വെർബ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങ് പഠിച്ചാൽ മതി. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കും. നെക്സ്റ്റ് നോക്കാം. സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആ വരുന്നതെങ്കിൽ എങ്ങനെ? മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ് ഷുഡ് കുഡ് പ്ലസ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വെർബ് ആയിരിക്കും. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാം. സ്റ്റഡീഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ വരുന്നത് യു വുഡ് പാസ് ദ എക്സാം. അതിൻ്റെയും പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ടൈപ്പ് 3 എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ എക്സാമ്പിൾ നോക്കിയേ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് വരുന്നുണ്ട്. ഹാവ് യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ടൈപ്പ് 0 എന്ന് പറയുന്നത് ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്റ്റിനെ കാണിക്കുന്നതിനാണ് ടൈപ്പ് 0 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് രണ്ട് ക്ലോസുകളും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. രണ്ട് ക്ലോസുകളും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ഐസ് ചൂടാക്കുകയാണെങ്കിൽ അത് ഉരുകിപ്പോകും. അതെന്ന് പറയുന്നത് സയൻറ്റിഫിക് ഫാക്റ്റാണ് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും രണ്ട് ക്ലോസുകളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ നോക്കുക കേട്ടോ. താങ്ക്